ചെറിയ ജംഷീർ. ED കേസ് ഒഴിവാക്കാൻ 2 കോടി കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED ഉദ്യോഗസ്ഥന് 1-ാം പ്രതി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ഒരാളെ കൂടി എറണാകുളം വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്താണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശിയടക്കം 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയത് ശേഖർ കുമാറാണ്. കേസ് ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വിൽസൺ നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയെന്നും വിജിലൻസ് പറഞ്ഞു. സിജോ വി ജോണുണ്ട് കൊച്ചിയിൽ നിന്ന്. സിജോ, വിശദാംശം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് അതിൽ കൃത്യമായ പങ്കുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലൊരു പരാതിക്കാരൻ കൊല്ലം സ്വദേശിയായ ഒരാളാണ്, കശുവണ്ടി വ്യവസായിയാണ്. ഇയാൾക്ക് ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ സമൻസ് അയക്കും, ED ഓഫീസിൽ നിന്ന് അയക്കും എന്നുള്ളൊരു കാര്യം ഇവരെ സമീപിച്ച ആളുകൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് പിന്നാലെ ഇവിടുന്ന് സമൻസ് എത്തുകയും ചെയ്തിരുന്നു. അതാണ് ED ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്നുള്ള സംശയത്തിലേക്ക് എത്തിയിരുന്നത്. എന്തായാലും ഇവരുടെ മൊഴിയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ശേഖറുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറാണ് EDയുടെ. ശേഖറാണ് ഇവിടെ എത്തുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇടനിലക്കാരായ 2 പേർക്ക്, വിൽസണും അതോടൊപ്പം തന്നെ മുകേഷിനും നൽകിയിരുന്നത്. ഈ ശേഖർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഇവർ സമീപിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ പരാതി നൽകിയിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഇവർ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ എന്തായാലും വിജിലൻസിന് ലഭ്യമായിട്ടുണ്ട്. അതുമായി നമ്മൾ അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ വിജിലൻസിൻ്റെ EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. എന്തായാലും ഇവർ മൊഴികളാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ കൈവശമുള്ളത്. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള ഒരു ആലോചനയാണ് വിജിലൻസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇന്ന് വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, രഞ്ജിത്താണ്. തിരുവനന്തപുരം സ്വദേശിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മുംബൈ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു EDയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. കൂടുതൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.